ചേച്ചിയുടെ ഭർത്താവും ഇങ്ങനെ അങ്ങനെ ആയിരുന്നു. സ്വഭാവം തന്നെയുള്ള ഒരാള് തന്നെയായിരുന്നു. എങ്ങനെ ഇപ്പൊ മരിച്ചു 15 വർഷമായി. ഇതേപോലെ തന്നെ ആള് കുറച്ചും കൂടി ധാരാളിയായിരുന്നു, നല്ല കാശുണ്ടായിരുന്നു, പൈസ നല്ല ധാരാളിയായിരുന്നു. പിന്നെ ആർക്കാ എന്താ കൊടുക്കുക അങ്ങനെയൊന്നും. പിന്നെ നല്ല എല്ലാവരോടും നല്ല കരുണയും സ്നേഹവും ദയൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് തന്നെ ഞാനും അതായിരുന്നു ഇൻസ്പിറേഷൻ. അച്ഛമ്മയുടെ കൂടെ വളർന്നു. അച്ഛമ്മയാണ് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ. അച്ഛമ്മയുടെ കൂടെ വളർന്നതാണ്. ചെറുപ്പം ഒരു 5-6 വയസ്സ് മുതലൊക്കെ അച്ഛമ്മയുടെ കൂടെ വളർന്നിട്ടാണ് സ്നേഹവും ദയയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ബാധ്യതകളും അവരുടെ സ്നേഹിക്കണം എന്നും ഒക്കെ പറഞ്ഞത്. ചോറും ചോരയും ഒന്നാണ് അച്ഛമ്മ എന്ന് പറഞ്ഞു തന്നെ. ചോറും ചോരയും ഒന്നാണ്. അന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. അവിടുന്ന് വളർന്നു കഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഭർത്താവും അങ്ങനെയാണ്, ഒക്കെ സ്നേഹവും ദയയും കരുണം കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കലാണ്. പിന്നെ മറ്റുള്ളവരും മൂപ്പരെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കൊണ്ടുകൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടു വളർന്നാണ്. പിന്നെ മക്കളും പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞാലും അവർക്കും സ്നേഹവും ദയുള്ളവർ, അവരെ കയ്യിലുള്ളത് അവർ കൊടുക്കുള്ളൂ. അവർക്ക് തിരിച്ചു വാങ്ങാനും അവർക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കും എൻ്റെ മോൾക്കൊരു കുട്ടീൻ്റെ, അവന് ഞാൻ അങ്ങനെ പഠിപ്പിക്കാം. മറ്റുള്ളവരുടെ വേദനകൾ എന്താ എന്ന് നമ്മളും മനസ്സിലാക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ സൂട്ടും കോട്ടും എൻ്റെ പേരക്കുട്ടി സ്കൂളിൽ പോവുക വിചാരിച്ചോളൂ, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി നല്ല ഒരു ദിവസം ചിലപ്പോൾ പെന്നുണ്ടാവില്ല, ബുക്ക് ഉണ്ടാവില്ല. അപ്പം അവൻ ചോദിച്ചറിയണം, നീ എന്താണ് ബുക്ക് കൊണ്ടുവരാത്ത, പേന കൊണ്ടുവരാത്ത, ഫ്രണ്ട്സ് ആയാല്. അപ്പൊ പറയാം അമ്മയ്ക്ക് പൈസ ഇല്ല, അച്ഛന് പൈസ ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, വീട്ടിൽ വന്ന് അവൻ പറയണം. അപ്പൊ നമ്മളൊരു ബുക്കോ പെന്നോ കൊടുത്തയക്കണം. പറയാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം. പാരന്റിങ്ങിന്റെ ഒരു ഗുണം നമ്മുടെ അതാണ്. കാരണം ആ കുട്ടി നാളെ ഞാൻ പറയും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എടുക്കരുത്, എടുത്തിട്ട് അവിടെ കൊണ്ടേ കൊടുക്കണം. നമ്മുടേത് പോയാലും ആരുടെയെങ്കിലും എടുക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം. അവനാന്റെ ഭക്ഷണം വേസ്റ്റാക്കി കളയാൻ നമ്മുടെ മക്കളെ നമ്മൾ അനുവദിക്കരുത്. ഇപ്പൊ പേരക്കുട്ടിയാണെങ്കിലും മകനാണെങ്കിലും മക്കളാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ആ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്നവരുണ്ട്. നാളെ നമ്മളും കിടക്കാം. ഇവിടുന്ന് തന്നെ ഇറങ്ങിയില്ലെങ്കിൽ കഴിഞ്ഞോ. പിന്നെ ഇപ്പൊ എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം ആര് വന്നാലും നമ്മൾ കൊടുക്കണം. ഇപ്പൊ നല്ലൊരു ജിലേബിയാണ്, വേറെ അടുത്ത വീട്ടിലൊരു കുട്ടിയെ നമ്മൾ എടുത്തു വെക്കരുത്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജിലേബി ഇല്ല. ജിലേബി വായ കൊണ്ടുവന്ന് വരുമല്ലോ. ഇവിടുന്ന് പോയാൽ ജിലേബി ഉണ്ടോ? ആ കുട്ടി കഴിച്ചാലും. അങ്ങനെയൊക്കെ ഞാൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ഈ നമ്മൾ സാധാരണ പറയും ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടതകളിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിളിങ് പോയിന്റിലൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് വരുന്ന ആൾക്കാർ, നമുക്കൊരു കൈസഹായം തരുന്ന ആൾക്കാർ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ആ ഒരു ദൈവം 100%. അതെ അതെ അതെ. അപ്പൊ ചേച്ചിക്ക് ആ ഒരു കാര്യത്തില് ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അത് 100% ഉണ്ട്. ദൈവത്തിന് 100% വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം പറഞ്ഞ മന്ത്രവാദം, പൂജ, ഹോമം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ. എനിക്ക് പ്രധാനമന്ത്രി മന്ത്രി ആവണമെന്നുണ്ട് പൂജ അർച്ച കഴിഞ്ഞാൽ ഞാൻ നാളെ ആവുമോ? ആവില്ലല്ലോ. ഞാൻ പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ കർമ്മം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തും ആവാം. എനിക്ക് അതിലൊന്നും ദൈവത്തിനെ വിശ്വാസമാണ്. കാരണം എന്താണെന്നറിയാം, ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം ഇപ്പം മോള് വിഷമം പറഞ്ഞ് വരികയാണ്, എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ സാരല്ല ഞാൻ അല്ലേ എനക്കെന്ന് വെച്ചാൽ പോണ ആൾക്കൊരു സന്തോഷമായി, എനിക്കുമായി. ചിലപ്പോൾ എന്നെ പിന്നെ കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ, എന്നാലും പോണ ആളെ എന്നെ കരയിക്കാതെ വിഷമിക്കണ്ടോ ഞാൻ ഇല്ലേന്നൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്താൽ അവര് ഹാപ്പി. അത് ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും. അപ്പോൾ വൃത്തിയും വെടുപ്പില്ലാത്ത ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ പേപ്പറിൽ എൻ്റെ പുരസ്കാരം കണ്ടിട്ട് കുറേ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട്. അവരിന്നാണ് എന്നെ അമ്പലത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നത്. ഞാൻ എണ്ണയൊക്കെ വെക്കുമ്പോൾ കൈത്തളിയിൽ നിന്ന് കൈത്തളി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രം ഇതല്ലേ എന്നെ ലക്ഷം ദീപത്തിൻ്റെ ആ സമയത്ത് കുറേ അമ്മമാർ കയ്യുമ്പോൾ പിടിക്കും. അപ്പം ഞാൻ കയ്യുമ്പിൽ നെയ്യുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. അപ്പം ചിലവർ നല്ല ഡ്രസ്സാവും, ചിലവർ സാധാരണക്കാരായിരിക്കാം. അപ്പൊ നമ്മളെന്താ കെട്ടിപ്പിടിച്ച കുഴപ്പം? കാരണം എൻ്റെ ഈ 2 കൈയും എനിക്ക് ഇന്നുള്ളത് കൊണ്ട് എനിക്ക് മൂക്കാക്കാം, മുഖം കഴുകാം, കൈ കഴുകാം, കുളിക്കാം. എൻ്റെ ഈ 2 കൈയും ഞാൻ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് ഞാൻ നാറും. അപ്പൊ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ? അത്രേ ഉള്ളൂ മനുഷ്യൻ. ഇപ്പം നല്ല ചുരിദാറും നല്ല ഭംഗിയൊക്കെ പൊട്ടും പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ വരും. ഒന്ന് വീണ് കയ്യിനും കാലിനും വയ്യാതെ എന്തിനും ഒരു ചെറിയ വിരലായി കഴിഞ്ഞാൽ പോയില്ലേ നമ്മുടെ കാര്യം. അത്രയും നമ്മളെ ജീവനുള്ള. അപ്പം ഞാൻ അസുഖമുള്ളവരെ, നാറണവരെ, അപ്പിട്ടവരെ, മൂത്രമൊഴിച്ചവരെ ഞാൻ എടുത്താൽ കൈ കഴുകി അത് പോവും. നാളെ എനിക്കിത് കഴുകണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ സഹായം വേണ്ടേ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ പണിക്ക് വെക്കണവരുടെ സഹായം വേണ്ടേ? അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം
കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ കിടത്തിക്കരുത് ഒരിക്കലും. അതിനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. അങ്ങനെ മരിച്ചു എപ്പോഴും മരിച്ചു പോണെന്ന് പറയണ എന്തിനറിയോ? നമ്മുടെ നിത്യകർമ്മങ്ങൾ, പല്ല് തേക്കാൻ ഇപ്പൊ എനിക്ക് വയ്ക്കും, ഈ ബ്രഷ് പിടിക്കാൻ വയ്ക്കുന്നതുകൊണ്ട് ഞാൻ തേക്കുക. ഞാൻ അങ്ങനെ തളർന്നു കിടന്ന എവിടെ പല്ലിയേക്കണ്? തേക്കുവോ? അടുത്തേക്ക് വരുമോ സ്മെല്ലടിച്ചിട്ട്? മക്കള് വല്ലവരും തേച്ചായി. എന്റേന്നല്ല, കോടികളുള്ളവരുടെ കാര്യമാണ്. ഇപ്പോൾ പിന്നെ BMW വന്നാളും ഓട്ടോറിക്ഷയിൽ വന്നാളും ആക്സിഡന്റ് ആയ നേരെ വരെ ആംബുലൻസാ. ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ലല്ലോ BMW വന്നോനെ, ഇന്നോവയിൽ വന്നവനെ കൊണ്ടുപോകോ? അവനെ കൊണ്ടുപോകണമെന്ന് ഹോസ്പിറ്റലിൽ കിടത്തണത്, ICU കിടത്തണത്, ഓക്സിജൻ സിലിണ്ടർ ഇവിടുന്ന് എടുക്കും, ഇങ്ങോട്ട് വെക്കും, മാസ്ക് വെക്കും. ഇതും പണക്കാരനാ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പൈസ കൊണ്ട് ജീവൻ കിട്ടുമോ നോക്കാൻ പറ്റും, അല്ലാതെ ദൈവം തീരുമാനിച്ചാൽ മാത്രമേ ജീവൻ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുട്ടിക്ക് ചെയ്താൽ കുറച്ചു കാലമൊക്കെ എങ്ങനെയും കയ്യിനും കാലിനും ആരോഗ്യം ഉണ്ടാവും. ഇപ്പം ഒടിയാൻ വെച്ചത് ഒടിയാതെ ജീവിക്കാം, അത്രേ ഉള്ളൂ. മരണം നമുക്കൊന്നും, അതിന് നമ്മളാരും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. യോക്ക് മരിക്കാൻ ആയുസ് നീട്ടിത്തരുമോ എന്നൊന്നും അതൊന്നും ഇല്ല. അതൊക്കെ തീരുമാനിച്ചു വെച്ചതായിരിക്കും, പ്രപഞ്ച ശക്തിയാണ്. അപ്പം നമ്മുടെ കയ്യിനും കാലിനും കേടില്ലാത്തോടത്തോളം കാലം ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു നേരം ഒരാൾക്കൊരു ആഹാരം കൊടുക്കാനോ, അവരെ ഒന്ന് സഹായിക്കാനോ, അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനോ. ഇപ്പം പാലിയേറ്റീവിൽ ഹോം കെയർ ഒക്കെ നമ്മൾ പോവാറുണ്ട്. ഞങ്ങൾ ഹോം കെയർ നല്ല പട്ടാമ്പി പാലിയേറ്റീവ് പറഞ്ഞിട്ട് നല്ല ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്. അവിടുത്തെ നല്ലൊരു ഡോക്ടർ പത്മനാഭൻ എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ അട്ടപ്പാടി ഹോസ്പിറ്റലാണ്, മറ്റേ ഓർത്തോ ആണ്. എന്തെങ്കിലും സംഘടനകളോ കാര്യങ്ങളോ ഒക്കെ? ആ പാലിയേറ്റീവിൻ്റെ ഉണ്ട്, സംഘടന ഉണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ളത്. അപ്പം ഞാനൊക്കെ അതിൽ തന്നെ വൈസ് പ്രസിഡന്റ് മെമ്പറൊക്കെയാണ്. പത്മനാഭൻ ഡോക്ടറാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പട്ടാമ്പി പാലിയേറ്റീവ് ക്ലിനിക്ക്, സൺഡേ ഡോക്ടർ വരും. ബാക്കിയുള്ള ദിവസമൊക്കെ ഹോം കെയർ ഉണ്ട്, നഴ്സുണ്ട്, പ്രസന്ന എന്നാണ് അവരുടെ പേര്. അതേപോലെ കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും ഓരോ ദിവസം കിടപ്പ് രോഗികളെ കാണാൻ പോകുന്നവർക്ക് കട്ടില്, ബെഡ്, അങ്ങനെയുള്ള എല്ലാ ഓക്സിജൻ സിലിണ്ടർ, മരുന്നുകൾ എല്ലാം നമ്മൾ പാലിയേറ്റീവിൻ്റെ അതിൽ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ കുറേയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ പൈസകളുണ്ടാവും, ചിലപ്പോൾ തികയാത്ത നമ്മൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇതൊക്കെ വന്നിട്ട് നന്നായി പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവാണ് പട്ടാമ്പിയിൽ. നന്നായി പോകുന്നുണ്ട്. അതിൽ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞത്. നമ്മളവരെ കുളിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആഴ്ചയിലൊക്കെ പോയി കാണുന്നുണ്ട്. കുറേ വളണ്ടിയേഴ്സ്, പിള്ളേർ, ജോലിയുള്ള പിള്ളേരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പോകുന്നുണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടൈലറിംഗ് ഷോപ്പാണ് നടത്തണത്. അവിടെ 1-2 ജോലിക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ മൊത്തം സമ്പാദിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കടയുണ്ട്, ജീവിച്ചു പോകണം. പിന്നെ സമയങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സമയങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സമയം എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പം 8 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല. രാത്രിയൊക്കെ ഇങ്ങനെ പോകേണ്ട വരുമ്പോൾ പോവും. രാത്രി 2 മണിയാണെങ്കിലും പോവും, 1 മണിയാണെങ്കിലും പോവും. ചിലപ്പോൾ 10 മണിക്ക് ഇതേ പോകുമ്പോഴാവും വിളിക്കുക, ആ വണ്ടി തിരിച്ച് പോവും. ഇപ്പൊ പിന്നെ വീട്ടിൽ കുട്ടികൾ ഇനിയിപ്പോൾ അവരുണ്ടെങ്കിലും അവരെ കൂട്ടിയിട്ട് ഞാൻ പുറത്ത് കിടക്കും. ഇപ്പം എത്ര ചെറുപ്പാണെങ്കിലും എത്ര വലുപ്പാണെങ്കിലും നമ്മൾ പോവും. എൻ്റെ ഈ പോക്ക് കൊണ്ട് എൻ്റെ മക്കളുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു മുടക്കം വരുത്താറില്ല, ഒരു ബുദ്ധിമുട്ടും വരുത്താറില്ല. പറഞ്ഞാൽ ഇനിയിപ്പോൾ ചോറ വെക്കേണ്ട വെച്ചപ്പോൾ ഊറ്റാതെ കഞ്ഞി കുടിച്ചോളും. പാല് ഒഴിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ നേരമില്ലെങ്കിൽ പാൽ ഒഴിക്കണ്ട, കാപ്പി കുടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അവർക്കും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ കട്ടൻ കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചാൽ ഇതെന്താ മധുരമില്ലാത്തവർ ചോദിക്കില്ല, അമ്മ ഉണ്ടാക്കി വെച്ചാൽ അവർ കഴിക്കും. അതങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് അത് ഇന്നത് ഉണ്ടായാലേ ഞാൻ കുടിക്കുള്ളൂ, ഇന്നത് ഉണ്ടായാലും ഇപ്പോൾ പേരക്കുട്ടി ആയാലും അങ്ങനെ തന്നെ. ഒരു മരുമകൻ വന്നിട്ടുണ്ട്, അവനും അത് പ്രശ്നമില്ല. അപ്പം അങ്ങനെയൊക്കെ പഠിക്കണം. സമയം പിന്നെ ഉണ്ടാക്കണതാണ് നമ്മൾ പറയണം 2 മണിക്കൂറോ അയ്യോ ഉച്ചക്കൊന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ചോറ് ഉച്ചയ്ക്ക് തിന്നാലേ തന്നെ പറ്റുള്ളൂ. എനിക്കങ്ങനെ നിർബന്ധമേ ഇല്ല. ഇന്ന ഭക്ഷണം വേണം, ഇന്ന വെള്ളം കുടിക്കണം, ഇന്ന സ്ഥലത്ത് ജീവിക്കണം, ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങണം. അങ്ങനെയല്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആ രീതിയിൽ അങ്ങനെ പോകുന്നു. അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാണ് എന്താ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ജോലി ചെയ്തിരിക്കും. ഒരു പ്രതിഫലം കൈപ്പറ്റാറില്ല. ആരുടെയും ഒരു പ്രതിഫലം, ഒരു ചായ പോലും ഞാൻ ഇങ്ങോട്ട് കുടിക്കാറില്ല, ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ കൂട്ടുകാരൊത്ത് കുടിക്കാന്നല്ലാതെ ഒരു ബോഡി എടുക്കാൻ പോയി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം അവരുടെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. അപ്പം അതിന് ഒരു ചായക്കാണെങ്കിൽ നമ്മളൊരു കടയില്ലേ, അപ്പം പണിയായില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ പോകണം. ഒരുപാട് സന്തോഷം ചേച്ചി കാണാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു.